ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ നിച്ചു ബ്ലോഗ്സ്. അപ്പം ഞാനെന്നൊരു കുട്ടി ട്രിപ്പ് പോകാം കേട്ടോ. കുട്ടി ട്രിപ്പ് എന്ന് പറയുമ്പോൾ വലിയ ദിവസത്തെ ട്രിപ്പ് ഒന്നല്ല, ഒരു വൺ ഡേ ട്രിപ്പ് ആട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എല്ലാവർക്കും ഒഴിവുള്ള ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചൊരു ട്രിപ്പ് പോകാന്നുള്ളത്. എങ്ങോട്ടാ എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അറിയാണ്ടേ? അയ്യോ, ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 9 മണി 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണെന്നുള്ളതൊക്കെ ഞാൻ വയ്യെ പറയാം. അത് നിങ്ങൾക്ക് ഇൻട്രോയിൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ? അതെ, അങ്ങനെ അതേ നെയ്പ്പി ഈ കാണുന്നതാണ് നമ്മൾ ചെറുവറ്റ പോയ. ഞാൻ 2-3 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ, ഈ കാണുന്നതാണ് നമ്മൾ JDT പോകുന്ന റോഡാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് JDT ഉണ്ട്. JDT കോളേജാണ് കേട്ടോ. അങ്ങനെ ആ കാണുന്നതൊക്കെ JDT കോളേജിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ പോകുന്നതിൻ്റെ ഇടയിൽ ഇപ്പുറത്ത് കാണുന്നതാണ് ഇക്ര ഹോസ്പിറ്റൽ. ശരിക്കും പേര് ഐക്ര എന്നാണ്. ഐക്ര ഹോസ്പിറ്റലിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ എങ്ങനെയാണുള്ളതൊക്കെ ഞാൻ പിന്നെ പറയുള്ളൂ. വെയിറ്റ് ആൻഡ് സീ. ശരി കേട്ടാന്നേ. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കളക്ട്രേറ്റും സിവിലൊക്കെയാണ് കേട്ടോ അപ്പുറത്ത് കാണുന്നത്. നമ്മളെ കോഴിക്കോട് കളക്ട്രേറ്റും സിവിലൊക്കെയാണ്. അത് കോഴിക്കോട് കളക്ട്രേറ്റിനും സിവിലിൻ്റെയും ഭാഗങ്ങളാണ് കേട്ടോ ഗൈസ് കാണുന്നത്. ഗൈസ് അതാ അപ്പുറത്ത് മാക്സ്, നമ്മൾ കോഴിക്കോട് മാക്സാണ്. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇതാ കണ്ടോളൂ. അങ്ങനെ കോഴിക്കോട് മാക്സും ഗാലക്സിയാണ് ഈ കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മാക്സൊക്കെ കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കാണുന്നതാണ് നമ്മളെ മാനാഞ്ചിറ സ്ക്വയറാണ് കേട്ടോ ഗേസി കാണുന്നത്. മാനാഞ്ചിറ സ്ക്വയറിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അവിടെ ശരിക്കും രാവിലെ അങ്ങനെ തുറന്ന് കണ്ടിട്ടില്ല, വൈകുന്നേരങ്ങളിൽ അവിടെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ ആ റൂട്ടിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഗൈസ് നമ്മൾ പാർക്കിങ്ങിന് വന്നാണ്. HDFC ബാങ്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു പേ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ആ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ SM സ്ട്രീറ്റിൽ പോവാണ്. SM സ്ട്രീറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ശരിക്കും എനിക്കൊരു ബ്ലാക്ക് ബനിയൻ വാങ്ങാനാണ് പോയത്. പക്ഷേ ബനിയൻ വാങ്ങാതെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിപ്പോന്നു ഗൈസ്. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ്. പേ പാർക്കിങ് ഇത്തിരി ഇങ്ങോട്ട് വരാനേ ഉള്ളൂ. അങ്ങനെ SM സ്ട്രീറ്റിലെത്തി. അങ്ങനെ അവിടുന്ന് കുറച്ച് ബനിയനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് വേറൊരു ഡ്രസ്സ് വാങ്ങി. എനിക്ക് അത്യാവശ്യം കുറച്ച് വിലയായി കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഡ്രസ്സൊക്കെ വാങ്ങി നേരെ. പിന്നെ നമ്മൾ SM സ്ട്രീറ്റിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് നടന്നു കേട്ടോ. കാരണം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് അതിനത്ര വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്ന് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അച്ഛന് പിന്നെ ചെടികൾ കുറച്ച് പരിപാടി ഉണ്ട്. അതുകൊണ്ട് ചട്ടി വാങ്ങാൻ പോവാണ്. അവിടെ കുറച്ച് നേരെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് ചട്ടീൻ്റെ കുറച്ച് പീടിയുണ്ട്. അതിൽ അങ്ങനെ നമ്മൾ ചട്ടീൻ്റെ പീടിയിലെത്തി. അവിടെ കുറച്ചധികം ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ചട്ടികളൊക്കെ ഉണ്ട്. അമ്മയും അച്ഛനും കൂടി ചട്ടികൾ വാങ്ങാൻ പോയപ്പോൾ ഞാൻ ചേച്ചിപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് പട്ടി ഷോയാണ് കാണുന്നത്. നമ്മൾ ടോപ്പ് മാൾ എന്ന് പറയുന്ന ടോപ്പ് ഹൗസ് എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നായിരുന്നു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ പട്ടി ഷോയാണ് ഈ കാണുന്നതൊക്കെ. പട്ടി ഷോയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുള്ളൂ. നമ്മൾ ചട്ടിയൊക്കെ വാങ്ങി നേരെ കാർ പാർക്കിങ് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ യാത്ര. പിന്നെ ഈ കാണുന്നത് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഗൈസ്. അതാണ് നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഭാഗം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരെ നമ്മളെ യാത്രയൊക്കെ തുടരുകയാണ്. അത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ ഞാൻ വയ്യേ വേറെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ കണ്ട ഒരു പാലത്തിന് മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ അങ്ങനെ കുത്തിരിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഉച്ച ആയതുകൊണ്ട് തന്നെ വിശക്കാൻ തുടങ്ങിയ തലവേദന വന്നതാണ്.
അങ്ങനെ നമ്മൾ നേരെ കുറച്ചധികം വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ പോകുന്നത് എങ്ങോട്ടാണുള്ളത് വെച്ചാൽ നമ്മൾ പോകുന്നതിനിടെ നല്ല അടിപൊളി ഒരു പാലം കണ്ടു ഗൈസ്. ശരിക്കും കളർഫുൾ പാലിലാണ് ഗൈസ് ഇത്. പിന്നെ റെയിൻബോ കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി പാലൊക്കെയാണ്. ഈ പാലൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് മലപ്പുറത്തേക്കാണ് ഗൈസ്. മലപ്പുറത്തൊരു സംഭവം കാണാൻ പോവാണ് നമ്മൾ. അപ്പം മലപ്പുറത്തേക്കാണ് പോകുന്നത് അറിഞ്ഞപ്പം ചിലവർക്കൊക്കെ കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങോട്ടാണ് കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അതാ നമുക്ക് നല്ലോണം വിശന്നപ്പോൾ നമ്മൾ മലപ്പുറത്ത് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടോ. അതാ ഈ ലിയാൻ അറിയുന്ന ഒരു ഹോട്ടലിലായിരുന്നു കയറിയത്. ലിയാൻ നട്ടായിരുന്നു തോന്നുന്നു പോയിട്ട്. അവിടെ കയറിയിട്ടുള്ള എൻ്റെ ഷോയാണ് ഈ കാണുന്നത്. നോക്കി ഞാൻ ഇങ്ങനെ ആദ്യം വന്നത് വെള്ളമായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കലാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ വന്നിട്ട് ബിരിയാണി എടുത്തിടാൻ കളിക്കുന്ന കളിയാണ് കേസ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതാ ബിരിയാണിയൊക്കെ വന്ന് നമ്മൾ ബിരിയാണി കഴിക്കുകയാണ്. പിന്നെ ബിരിയാണി ഇങ്ങനെ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതല്ല, വെറുതെ ഇങ്ങനത്തെ ഒരു ഷോയാണ് കേസ്. അതാ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കളിയാണ് കേസ്. അത് അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മൾ ചിക്കൻ ഫ്രൈ വന്നു. ചിക്കൻ ഫ്രൈ ഒക്കെ വന്നിട്ട് ഞാൻ ചിക്കൻ ഫ്രൈയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ കുറച്ച് വണ്ടി പോകാൻ കാത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകാമെന്ന് കാണിക്കുന്നതാണിത്. അപ്പം ഞാൻ ശരിക്കും ഉറങ്ങാൻ പോകാൻ കാണിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേസ്. ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ പോവുക. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് നമ്മളെ എയർപോർട്ടിലേക്കുള്ള റോഡാണ് കേട്ടോ കേസ് അപ്പുറത്ത് കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്തു, അവിടെ നിന്ന് കാണുന്നതായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് നല്ല കൈങ്ങത്തോട്ടവും പിന്നെ അപ്പുറത്ത് വയലൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ കണ്ടിട്ടാണ് കേസ് പോകുന്നത്. പിന്നെ കേസ് അപ്പുറത്ത് നമുക്ക് കേസ് മല കാണാൻ നല്ല അടിപൊളി സീനറിയാണ് കേസ്. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതൊക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമൊക്കെയാണ് കേസ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. പിന്നെ ആ ഓറഞ്ച് കളർ കാണുന്ന സംഭവം കണ്ടു. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ കാറ് പാർക്കൊക്കെ ചെയ്തു. കാറ് പാർക്ക് ചെയ്യുന്നതിനും അവിടെ പേ പാർക്കിംഗ് ആണ്. അപ്പോൾ കേസ് മലേൻ്റെ ഭംഗി കണ്ടു. എന്ത് രസമാണെന്ന് പറയാം കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ നല്ല അടിപൊളി മലയാണ് കേസ് കാണാൻ വേണ്ടിയിട്ട്. ഈ മലേൻ്റെ മുകളിലാണ് കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി. നമ്മൾ ശരിക്കും വന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായിട്ട് തന്നെ വേറെ ടിക്കറ്റ് എടുക്കണം. പിന്നെ ചിലവർക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കയറിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് കുറേ ഫോട്ടോയും ഷോർട്സൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്നിറങ്ങി. നല്ല ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ്. മലയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ലൊരു കാഴ്ചയാണ്. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ട് കാണേണ്ട കാഴ്ചയാണ്. അങ്ങനെ അതാ ആ മല തൊട്ടിട്ട് ഇപ്പുറത്ത് വരെ കാണാം കേസ്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള കളിയാണ് കേസ് ഇത്. അങ്ങനെ കളിക്കാനൊക്കെ എന്നെ കേസിലെ ആൾക്കാരുള്ളൂ. പിന്നെ കേസ് നട്ടപ്പൊരു വെയിലത്ത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല നട്ടപ്പൊരു വെയിലത്ത് കണ്ടുപോലും തുറക്കാൻ കഴിയാതെ എൻ്റെ നടത്താണിത്. അങ്ങനെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഇത് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പീക്കിംഗ് ലൈനിൽ കയറാൻ പോവാണ് കേസ്. അപ്പോൾ കേസ് ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ടെൻഷനൊന്നുമില്ല. ഞാൻ നല്ല ധൈര്യം സംഭരിച്ചിട്ടൊക്കെയാണ് കേസ് കയറാൻ പോകുന്നത്. അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ ആളില്ലായിരുന്നു കേസ്. പിന്നെയാണ് വന്നത്. പിന്നെ അങ്ങനെ സൈക്ലിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സൈക്ലിങ് കാരണം എനിക്ക് സൈക്കിൾ ഓട്ടണ്ട വെറുതെ ചവിട്ടി കൊടുത്താൽ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. അതാ കേസ് ഞാൻ പോകുന്നു. ഞാൻ ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് കേസ് പോകുന്നത്. പക്ഷേ കയറിയ സമയത്ത് നല്ല അടിപൊളി നല്ല അടിപൊളി കാഴ്ചയാണ് കേസ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേ. വീട്ടിലുള്ളവർ വെറുതെ കയറി അലറാൻ നിൽക്കണ്ട, അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. പിന്നെ ഞാൻ അവിടെ ഓറഞ്ച് അവിടെ കയറിയിട്ട് ഞാൻ ഇറങ്ങിയോടത്തുനിന്ന് പിന്നെ 4 സ്റ്റെപ്പ് കയറിയിട്ട് വേറെ സ്ഥലത്തു നിന്നാണ് കേസ് എന്നെ പറഞ്ഞു വിടുന്നത്. ഞാൻ എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ എന്നെ തിരിച്ച് പറഞ്ഞു വിടുന്നതായിരിക്കും. അതാണ് ഞാൻ നേരെ തിരിച്ച് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ മേലെ കൂടെ സൈക്കിൾ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ തിരിച്ച് അവിടെയുള്ള ചേട്ടൻ എന്നോട് പറയുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ ഞാൻ അവിടെ നിന്ന് ശരിക്കും അടിപൊളി സീനറിയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതാ ഗൈസ് ഞാൻ വരുന്നു.
നോക്ക് ഗൈസ്, അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങിയിട്ട് എല്ലാവരും ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു പിടിച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പേടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ കയറിയ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാവരോടും. അങ്ങനെ ഞാൻ അടിപൊളി ഇതായിരുന്നു, നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ വെള്ളം കുടിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങുമ്പോൾ ഞാൻ പ്രത്യേക ഫ്ലേവറുള്ളൊരു കാര്യമായിരുന്നു വാങ്ങിയത്. അത് എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊനാല ആടുകയാണ് ഗൈസ്. ഊനാല ആടുമ്പോൾ ഈ 2 കാലുകൾ എൻ്റെയും ചേച്ചിയുടെയും കാലുകളാണ്. ബ്ലാക്ക് പാൻറ് ഇട്ട കാല് എൻ്റെതും നീല പാൻറ് ഇട്ട കാല് അവളേതുമാണ്. അതിൻ്റെ ഇടയിൽ അച്ഛനും ചേച്ചിയും കൂടി വേറെ ഒരു സംഭവം കണ്ടിട്ട് അത് കയറി ഓവൽ ഊനാലിൽ കയറി ഗൈസ്. ഇതും നല്ല അടിപൊളി ഐറ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ട് കയറി വെക്കുക. ഇതിങ്ങനെ പൊന്തിച്ച് ഏറ്റവും മേലെ നല്ല ഒറ്റ വിടുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ചിലർ പേടിയുള്ളവർ സത്യം പറഞ്ഞാൽ പേടിച്ചലറും. പക്ഷേ ഇവർ രണ്ടുപേരും അലറിയില്ല. അങ്ങനെ എന്താണെന്ന് പറയാം, ഇവർ ഇങ്ങനെ പൊന്തിച്ച് അങ്ങനെ ഒരൊറ്റ വിടലാണ്. ശരിക്കും ഇവ ഇങ്ങനെ ഒരൊറ്റ ഇടലിടുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കും ഗൈസ്. അവിടെ സൗണ്ട് കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും വിചാരിച്ച ആൾ പൊട്ടി വീണതല്ല, അത് പോയതിൻ്റെ സൗണ്ടാണ്. അങ്ങനെ അതാ മേലെത്തി. ഒരാൾക്ക് 100 രൂപയാണ് അവിടെ. അച്ഛനും ചേച്ചിയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരൊറ്റ വിടൽ, ഈ വിടലിനാണ് പൊട്ടി വീണ് വിചാരിച്ചെല്ലാവരും. പക്ഷെ പൊട്ടി വീണതല്ല, പോയതിൻ്റെ സൗണ്ടാണ്. പക്ഷേ ഇതിങ്ങനെ ആടാനാകുന്നത് നല്ല അടിപൊളി ഇത് മല നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും കേട്ടോ. അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞാണ്. അങ്ങനെ അവർ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ അവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ അവിടെ അല്ലാതെ കുറേ ചെറിയ മക്കൾക്കും അല്ലാത്തവർക്ക് കയറാൻ പറ്റിയ വേറെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഏന്ത്രൂനാലുമായിട്ടുള്ളതൊക്കെ. അപ്പോൾ ഏന്ത്രൂനാലിലൊന്നും നമ്മൾ കയറില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ശരിക്കും വൈകുന്നേരം പോകുമ്പോഴാണ് കേട്ടോ ഏസ് നല്ല അടിപൊളി. നമ്മൾ എത്തിയ സമയത്ത് കുറച്ച് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഇതിൻ്റെ റോഡ് വന്നത് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന കാര്യമാണ്. ഏസ് നല്ല അടിപൊളി റോഡാണ്, ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന മാതിരി തോന്നും നമുക്ക്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങനെ ശരിക്കും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണലൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വന്ന് നോക്കുക. അങ്ങനെ പിന്നെ ഈ കാണുന്ന ഗൈസ് നല്ല മലയാണ്. ഈ മലയാണ് നമ്മൾ കയറിയത്. അങ്ങനെ വലിയൊരു മലയൊക്കെ കയറി നമ്മൾ ഇറങ്ങി. പിന്നെ ഗൈസ് ഈ കാണുന്ന ഹൈവേ റോഡാണ് ഗൈസ്, നല്ല അടിപൊളി ഹൈവേ റോഡാണ്. നല്ല സുഖമായിട്ട് പോകാൻ. പിന്നെ നല്ലൊരു സണ്ണിനെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്താനായി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, എന്നാലും നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും മിനിയൂട്ടി പോയി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തതും എല്ലാം ഒരേ സ്ഥലത്ത് നിന്നാണ് നിങ്ങളായിരിക്കുന്നത് എന്തെങ്ങനെയാണ്. അപ്പോൾ ഒന്നുമില്ല, ഞാൻ പോയി വന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.